ഹലോ ഗായ്സ്, ന്യൂ ഇയർ ആയിട്ട് ഇന്ന് എൻ്റെ വീട്ടിൽ കുറച്ച് ഗസ്റ്റ് ഉണ്ട് ഗൈസ്. എനിക്ക് പുതിയതല്ല, പക്ഷെ എൻ്റെ വ്ളോഗിൽ പുതിയതാണ്. ഈ പച്ച ഡ്രസ്സ് ഇട്ട് മന്ദം നടന്നു പോകുന്നതാണ് മിന്നു. ഇവരെൻ്റെ കസിനാണ്. അതിലുപരി ഇവളെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ്. എനിക്ക് ഈ അധികം ഫ്രണ്ട്സ് ഒന്നുമില്ല. അപ്പൊ അതിൽ ഉള്ളതിൽ എൻ്റെ ബെസ്റ്റ് എന്ന് പറയുന്നത് മിന്നുവാണ്. ഇന്ന് മിന്നുവിൻ്റെ ഹസ്ബൻഡും മോനുമാണ് കേട്ടോ. ഇവനെ ഞാൻ ഒരു മാസത്തേക്ക് കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഞാൻ കാണുന്നത് അവൻ 1.5 വയസ്സായ സമയത്താണ് ഗേസ്. അവനിപ്പോൾ 1.5 വയസ്സായി. കല്ലും റിയാനും പെട്ടെന്ന് തന്നെ കമ്പനി ആയി കേട്ടോ. പാറുമായിട്ടും അതേ പെട്ടെന്ന് ഇവർ 3 പേരും ഭയങ്കര സിങ്കായി പെട്ടെന്ന്. അങ്ങനെ രണ്ടും കൂടെ വണ്ടിയിലിരുന്ന് എന്തൊക്കെയൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. ഇവര് സോഹാറ് മിന്നുവിൻ്റെ ചേച്ചിയുണ്ട് കേട്ടോ. അതെ, ഇവരുടെ അടുത്തേക്ക് വന്നിട്ട് ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചാണ് എൻ്റെ അടുത്തോട്ട് വന്നത്, മസ്കറ്റിലോട്ട്. അങ്ങനെ എൻ്റെ വീട്ടിൽ കുറച്ച് നേരം ഇരുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. കാരണം കിരൺ ചേട്ടൻ ഇന്ന് സ്റ്റോക്ക് ടേക്കിംഗ് ഒക്കെ ആയിട്ട് ഓഫീസിൽ ഫുൾ തിരക്കാണ്. അതുകൊണ്ട് ഇന്നൊന്നും ഇവർ കാണാൻ പോലും പറ്റില്ല. അങ്ങനെ നമ്മൾ നേരെ ലുലുവിലോട്ട് പോയി. ലുലുവിൽ നമ്മൾ പോയത് നമ്മുടെ അജിത്തേട്ടൻ്റെ കസിൻ്റെ വീടുണ്ട് ഇവിടെ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ അവരെല്ലാവരും കൂടെ പിക്ക് ചെയ്ത് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി. ഇവർ വന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി പോയിട്ടോ. ഇവരെനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടി വന്നതല്ല, പക്ഷെ വന്നപ്പോൾ ഞാൻ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. ഇവള് മെസ്സേജ് അയച്ചപ്പോൾ ഒന്നും ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. വിളിച്ചിട്ട് പെട്ടെന്ന് ലൊക്കേഷൻ ആക്കി 1/2 മണിക്കൂർ കൊണ്ട് എത്തും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് എന്താ ഇവർ വരുമ്പോൾ ചെയ്യണ്ടേ, എന്താ അവർക്ക് കൊടുക്കണ്ടേ എന്നൊരു ആകെ മൊത്തം എന്തായാലും കോളാക്കിയിട്ടുണ്ട് ഞാൻ അവർ വന്ന സമയത്ത്. ചേട്ടനും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ഫുൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. അവള് നിന്ന പോലും ഇല്ലല്ലോ, പെട്ടെന്ന് തന്നെ പോയി. അവർക്ക് ഡ്യൂട്ടി ഉണ്ട്, പിറ്റേ ദിവസം ജോലിക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് വേഗം പോവുകയും ചെയ്തു. അപ്പോൾ എനിക്ക് വേണ്ട പോലെ ഒന്ന് ട്രീറ്റ് ചെയ്യാൻ കൂടെ പറ്റിയില്ല. ഇത് നമ്മുടെ പാറൂസ് നാരങ്ങ കഴിച്ചിട്ട് നോ എക്സ്പ്രഷൻ ചാലഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. കറക്റ്റാണ്, അവള് കഴിച്ചത് നാരങ്ങയാണെന്ന് വരെ എനിക്ക് അവളുടെ കഴിപ്പ് കണ്ടപ്പോൾ തോന്നിപ്പോയി.